നമ്മളൊരു കാട്ടിനകത്തൂടെ പോയി അടുത്തൊരു വനാന്തരത്തിലേക്ക് നമ്മള് യാത്രയിലാണ്. വനാന്തരം ഈ ഇടനാഴികളിലൂടെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. ഇന്നേ വരെ ആരും പോവാത്ത ചെറിയ ഇടങ്ങളിലേക്ക് പോയി ഞങ്ങൾ കാൽനടയായി പോയിക്കൊണ്ടിരിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജേഷ് ഹെൽമെറ്റും വടിയൊക്കെ കരുതിയിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മളെല്ലാവരും ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. അവസാന സ്ഥലമാണ്. ഭയങ്കര തെന്നലുള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ ഓരോ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുള്ളൂ. ഒരു അപൂർവമായിരിക്കുന്ന ഒരു കായ നമ്മളിവിടെ വെച്ച് കണ്ടു. വല്ലാത്തൊരു കിഴങ്ങാണെന്നാണ് പറയണത്. അറിഞ്ഞൂടാ, എന്തായാലും നോക്കിപ്പോ. താഴെ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാൻ അങ്ങോട്ടായിട്ട് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഓൾമോസ്റ്റ് മുമ്പ് പോയി. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. വഴി കാണുമ്പോൾ അത്ര എളുപ്പമല്ല പോണത്. ഈ കാലിലിരിക്കുന്നത് പട്ടയാണ് ഗായ്സ്. സാരമില്ല, താഴെപ്പെട്ടിരി എന്തൊക്കെയും ചെയ്യാം. അവിടെ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഞാനിവിടെ ഇച്ചിരി വീഡിയോ ഓഫ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും വളരെ നല്ലത്. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് താഴെ എത്തിയിട്ട് വീഡിയോ ഞാനിടാം. അതിലിറങ്ങിപ്പോണത് ഓക്കെ. ഇത് ഇച്ചിരി ഡേഞ്ചറായ സ്ഥലമാണ്. അട്ട കൂടുതലാണ് ഇവിടെ. അതിലിവിടെ ഞാൻ ഇറങ്ങാം. ഏറ്റവും അവസാനം നമ്മളെ ഡെസ്റ്റിനി നമ്മൾ എത്തി കുളയട്ട. വേറെ ലെവൽ. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ പോയി ഓ